ഹലോ കൂട്ടുകാരെ, അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നതെന്നറിയോ? നമ്മുടെ തുപ്പാശ്ശേരി വന്നിരിക്കുക, കരുനാഗപ്പള്ളി കേട്ടോ. എന്തിനു വന്നതെന്ന് വെച്ചാൽ നമ്മുടെ പ്രിൻസി മോൾക്കൊരു ബർത്ത്ഡേ കൂടി എടുക്കാനായിട്ട് വന്നതാണ്. ഇത് ബർത്ത്ഡേയുടെ തലേ ദിവസം രാത്രിയിലുള്ള വീഡിയോ കേട്ടോ. കാരണം നമുക്ക് ഷൂട്ടിൻ്റെ തിരക്കും അതുപോലെ തന്നെ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് ഒന്നും ചെയ്യാൻ നമുക്ക് സമയം കിട്ടുന്നില്ലായിരുന്നു. അങ്ങനെ ഞങ്ങളാണെങ്കിൽ ബർത്ത്ഡേയുടെ തലേ ദിവസം രാത്രി ഞങ്ങളെല്ലാവരും കൂടി ഒന്ന് പർച്ചേസിന് ഇറങ്ങിയതാണ്. അപ്പോൾ പട്ടുപാവാടയും ഉടുപ്പുമാണ് നമ്മളെടുത്തത്. ഓണവും കൂടി അടുത്ത് വരുമല്ലേ, അപ്പം ഓണത്തിന് സ്കൂളിൽ 27-ാം തീയതി പ്രോഗ്രാമുണ്ട് ഈ മാസം. അപ്പോൾ അതിനും കൂടി ഇടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഡ്രസ്സ് സെലക്ട് ചെയ്തത്. നല്ല ഡ്രസ്സായിരുന്നു കേട്ടോ. പക്ഷേ നമ്മൾ ബർത്ത്ഡേ കേക്ക് മുറിക്കുന്നതിന് നമ്മൾ ഇട്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഗബ്രൂട്ടൻ്റെ ബർത്ത്ഡേക്ക് അന്നെടുത്ത ഗൗണായിരുന്നു. എല്ലാവരും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിട്ടാണ് കേട്ടോ നിന്നിരുന്നത്. കാരണം ഡോറ ഭയങ്കര ഹാപ്പി ആയിരുന്നു. റീസൺ എന്താണെന്ന് വെച്ചാൽ ഡോറയ്ക്ക് തമാശ പറയാനും ചിരിക്കാനും ഒക്കെ ആണെങ്കിൽ കൂടെ ഒരാൾ അന്നേരം ഉണ്ടായിരുന്നു, നമ്മുടെ ആര്യ. അതുപോലെ ഞങ്ങളങ്ങനെ പുറത്തോട്ടൊന്നും പോകുന്നില്ലായിരുന്നല്ലോ. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഞാനും ഡോറയും ഒന്ന് പുറത്തോട്ട് ഇറങ്ങിയത്. ഡോറ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ഡോറയ്ക്ക് അങ്ങനെ നമ്മുടെ വീട്ടിൽ സംസാരിക്കാനും കളി പറയാനും ഒക്കെ ആരും ഇല്ലല്ലോ. ആകെയുള്ളത് ഞാനും പിള്ളേരും ഒക്കെയാണ്. ഞങ്ങളുടെ കൂടെയുള്ള സംസാരം കാര്യങ്ങൾ മാത്രമാണ്. ഇപ്പം അവൾക്ക് ഒരു കമ്പനി കിട്ടിയപ്പോഴത്തെ ഭയങ്കര ഹാപ്പി ആയിരുന്നു ഡോറ. മാത്രമല്ല ഇങ്ങനെ പുറത്തോട്ടൊക്കെ ഇറങ്ങുന്നത് ഭയങ്കര ഇഷ്ടമാണ് അവൾക്ക്. ഈ വയ്യാത്താറിന് അങ്ങനെ പുറത്തോട്ടൊന്നും ഇറങ്ങാൻ പറ്റുന്നില്ലായിരുന്നു, നടക്കാൻ പറ്റത്തില്ല. എടുത്തോണ്ടല്ലേ ഞാൻ മിക്കപ്പോഴും എല്ലായിടത്തും പോകുന്നത്. ഇപ്പോൾ തുപ്പാശ്ശേരി വന്നപ്പോൾ തന്നെ ഈ ഫ്ലാറ്റായിട്ടൊന്നും നിലത്തെ അവൾക്ക് നടക്കാൻ പറ്റുള്ളൂ. സ്റ്റെപ്പും കാര്യങ്ങളെല്ലാം ഞാൻ എടുത്തുകൊണ്ടാണ് നടന്നത്. അപ്പോൾ അതൊക്കെ കൊണ്ട് നമുക്കങ്ങനെ പുറത്തോട്ട് പോകാനൊന്നും പറ്റുന്നില്ലായിരുന്നു. അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളുണ്ടായിരുന്നു. കുഞ്ഞിനെ നോക്കണം. ഇതിപ്പോൾ കുഞ്ഞിനെ നോക്കി നമ്മുടെ അമ്മയുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ടാണ് നമ്മൾ തുണിയെടുക്കാനൊക്കെ പോയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഡോറ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഇടയ്ക്കൊക്കെ പുറത്തിറങ്ങണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കാറുണ്ട്, പക്ഷേ പലപ്പോഴും നമ്മുടെ സാഹചര്യം നമ്മളങ്ങനെ അനുവദിക്കാറില്ല. പിന്നെ നമ്മൾ ഈ പർച്ചേസിന് പോകുന്ന സമയത്താണെങ്കിലും എവിടെയെങ്കിലും കറങ്ങാൻ പോകുന്ന സമയത്താണ് ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ഞങ്ങൾ ഏറ്റവും കൂടുതൽ നേരിടുന്നൊരു കാര്യമെന്ന് വെച്ചാൽ ആൾക്കാരുടെ നോട്ടമാണ്. ഭയങ്കരമായിട്ട് ആൾക്കാർ അങ്ങനെ നോക്കി നിന്നുകൊണ്ട് അങ്ങ് നോക്കി നിൽക്കും. എന്ന് വെച്ചാൽ എന്തോ കാണാൻ പാടില്ലാത്ത രീതിയിൽ അത് നമുക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ട്. ഇപ്പോഴും നമ്മളെയാണെങ്കിൽ പലരും അവരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അല്ലെ വിചിത്രമായിട്ടുള്ള രീതിയിലാണ് അവർ നോക്കുന്നത്. അല്ലെ നമ്മളെപ്പോലെയുള്ളയാണ് എന്നുള്ളൊരു ചിന്ത പലർക്കും ഇപ്പോഴും ഇല്ല. ഇപ്പോഴും അങ്ങനെ തന്നെയാണ് നോക്കുന്നത്. അത് കാണുമ്പം ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ടാവാറുണ്ട്. പക്ഷേ എങ്കിലും ഞങ്ങളുടെ ലോകത്ത് ഞങ്ങൾ ഹാപ്പിയാണ്, ഞങ്ങൾ സന്തോഷത്തോടെയാണ് നിൽക്കുന്നത്. പിന്നെ ഇടയ്ക്ക് നമ്മളിങ്ങനെ പുറത്തോട്ടൊക്കെ ഇറങ്ങുമ്പം അതൊക്കെ നമുക്കൊരു ഹാപ്പി മൂമെൻ്റാണ്. അതുപോലെ തന്നെ ഓർക്കാൻ പറ്റുന്ന കുറച്ച് നിമിഷങ്ങളൊക്കെ കിട്ടാറുണ്ട്. ഞങ്ങൾ ഇറങ്ങിയത് രാത്രിയായിരുന്നു കേട്ടോ. ഏകദേശം ഒരു 9-9:30 ആയപ്പോഴായിരുന്നു ഞങ്ങൾ കടയിലെത്തിയിട്ടുണ്ടായിരുന്നത്. കാരണം വർക്കെല്ലാം കഴിഞ്ഞിട്ട് വന്ന് അത്രയും ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് നമ്മളൊന്ന് ഫ്രഷൊക്കെ ആയിട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് ലേറ്റ് ആവുമല്ലോ. ഞങ്ങളൊരു 9-9:30 ആയപ്പോഴാണ് ഇറങ്ങിയത്. അപ്പോൾ ഒരു നൈറ്റ് റൈഡിൻ്റെ ഫീലും കൂടെ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. അതും ഭയങ്കര സന്തോഷമായിരുന്നു. നല്ല രീതിയിൽ ഡോറ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ആ രീതിയിൽ നൈറ്റ് ഒന്ന് പുറത്തോട്ടിറങ്ങാനോ അതല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് നമുക്ക് വീട്ടിൽ നിന്ന് പുറത്തോട്ടിറങ്ങാനോ ഒന്നും നമുക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ആര്യയും സെയ്തുമൊക്കെ വന്ന സമയത്ത് നമുക്ക് നമ്മുടെ ആ ഒരു നിമിഷങ്ങളൊക്കെ നമുക്ക് ആസ്വദിക്കാൻ പറ്റി. അതിലൊരുപാട് സന്തോഷമുണ്ട് അവരോട്. നമുക്കാണെങ്കിൽ നല്ലൊരു നടനും നടിയും കിട്ടി എന്നുള്ളത് മാത്രമല്ല, നല്ലൊരു സൗഹൃദം നമുക്ക് അവരായിട്ട് ഉണ്ടാക്കിയെടുക്കാനും സാധിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ നമ്മളിപ്പം നോക്കിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ സെയ്ദിന് വേണ്ടിയിട്ടുള്ളൊരു ഷർട്ടാണ്. സെയ്ദിന് ചെറിയൊരു ഗിഫ്റ്റ് കൊടുക്കണമെന്ന് വിചാരിച്ചു. ഓണമൊക്കെ അല്ലേ, അപ്പം ഓണത്തിന് നമുക്ക് അവർക്ക് വേണ്ടി പ്രത്യേകിച്ച് ആ സമയത്തൊന്നും ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അപ്പം ഞങ്ങൾ വിചാരിച്ചു ഇപ്പോഴേ എടുത്തു കൊടുക്കാം എന്ന് വിചാരിച്ചു. അപ്പോൾ അതുകൊണ്ട് അവന് വേണ്ടിയിട്ടൊരു ഷർട്ട് എടുക്കണം എന്ന് വിചാരിച്ച് വന്നതാണ്. പിന്നെ നമ്മുടെ പ്രിൻസിനും ഒരു ഷർട്ട് എടുക്കണം. പ്രിൻസിക്ക് എന്തായാലും ബർത്ത്ഡേ കൂടി എടുത്തു. അപ്പം പ്രിൻസിനെ മാത്രം മാറ്റി നിർത്താൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ പ്രിൻസിന് വേണ്ടി ഒരു നേവി ബ്ലൂ കളർ ഷർട്ട് ഞാനങ്ങനെ സെലക്ട് ചെയ്തതാണ്. അപ്പോൾ ഞാനും ഡോറയും കൂടി ഇങ്ങനെ നോക്കുകയാണ് അവന് ഇഷ്ടപ്പെടുമോ ഇല്ലയോ എന്നുള്ളത്. പിന്നെ നമ്മുടെ സെയ്ദിന് വേണ്ടിയിട്ടൊരു ചെക്ക് ഷർട്ടാണ് എടുത്തിട്ടത്. അപ്പം സെയ്ദ് ഷർട്ട് ഇടാൻ വേണ്ടി ട്രൈ ചെയ്യാൻ വേണ്ടി കയറിയിരിക്കുകയാണ്. നമ്മുടെ ട്രെയിലർ മാമന് ഭയങ്കര തിരക്ക്, പെട്ടെന്നിറങ്ങുന്ന ബഹളം വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ സെയ്ദ് ഷർട്ടിട്ട് പുറത്തോട്ടിറങ്ങി വരികയാണ്. അത്യാവശ്യം അവന് നല്ല ഫിറ്റായിരുന്നു, കുഴപ്പമില്ല, നല്ല രീതിയിൽ ചെയ്യുന്നുണ്ടായിരുന്നു. സെലക്ഷൻ എൻ്റെയാണ്, അല്ലെങ്കിൽ എൻ്റെ സെലക്ഷനൊന്നും തെറ്റാറില്ല ഒരിക്കലും. അപ്പോൾ എൻ്റെ സെലക്ഷനായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഡോറയും ആരെയും കൂടെ ഒരു മിറർ ഫോട്ടോ എടുക്കാൻ വേണ്ടി നോക്കിയാണ്. പക്ഷേ അവൻ സെയ്ത് പണി പറ്റിച്ചു. അവനാണെങ്കിൽ മിറർ വീഡിയോ ആണ് അവർക്ക് എടുത്ത് കൊടുത്തത്. അതൊക്കെ ഒരു നല്ല അല്ലേ.